ഇൻസ്ട്രക്ടർ വേണമെന്നുള്ള ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്ന ആ ഇൻസ്ട്രക്ടർ ആശാൻ ഫീസ് എന്നൊരു പൈസ വാങ്ങിയിട്ട് വരും. ഈ ഡ്രഗ്സിന് പോകുന്ന ആളുടെ നിന്ന് 500 രൂപ ആശാൻ ഫീസ് വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആ ആശാൻ ഒന്ന് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ അവർ സംബന്ധിച്ചിട്ട് അവർ ഒപ്പിട്ടിരിക്കുകയില്ലേ. ഇപ്പോൾ ആശാനോടെ പോയി, ആശാൻ വന്നോട്ടെന്നേ. എന്നോട് പറഞ്ഞ് 75 വയസ്സുള്ള ആശാൻ. ഞാൻ 75 വയസ്സുള്ള ആശാൻ തണൽ മരത്തിൻ്റെ അടിയിൽ കസരയിട്ടിരുന്നാൽ മതി, ഒരു വിഷമവുമില്ല. പക്ഷേ ആശാൻ വരണം എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യ ഗവൺമെൻറ് നിയമത്തിലുള്ളതാണ്. വരും എന്ന് അവരവിടെ സമ്മതിച്ച് ഒപ്പിട്ടതുമാണ്. വിവരാവകാശ നിയമം വെച്ച് നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം അത്തരത്തിൽ ഒപ്പിട്ടിട്ടുണ്ടോ. ആ യോഗത്തിൽ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് മാന്യമായൊരു ഉത്തരവാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സമരത്തിൻ്റെ കാര്യം എന്ത് പറയാം, അതൊന്നും അറിയത്തില്ല ഇനി. കാരണം എനിക്ക് നോട്ടീസ് തന്നില്ല, അത് അറിയത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരു നല്ല നിലവാരമുള്ള അപകടരഹിതമായ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു ലൈസൻസ് കൊടുക്കണം എന്ന് LDF സർക്കാർ ആഗ്രഹിച്ചു. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം ചേർക്കുന്നത്?